മസാലയുടെ ഇന്നത്തെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കുടപ്പനക്കുന്ന് മതിൽമുക്ക് സൗഹൃദ കൂട്ടായ്മയിലെ മെമ്പേഴ്സ് ആണ് ഇന്നിവിടെ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് ഈ വേദിയിലേക്ക് രണ്ട് താരങ്ങളെ കൂടി സ്വാഗതം ചെയ്യാനുണ്ട്. ഉല്ലാസ് പന്തളം ആൻഡ് സുധി കൊല്ലം. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഇന്നത്തെ അംഗം തുടങ്ങുമല്ലേ? തീർച്ചയായിട്ടും. നിറച്ച് പൂവുള്ള ഷർട്ടൊക്കെയാണല്ലോ എവിടെ നിന്ന് ഞാൻ ഓർത്ത് ഇത് പുതിയ ഫാഷനാ. പുതിയ ഫാഷനാ. ഭയങ്കര ടെൻഷനായി പോയി. ടെൻഷൻ ഇത്രയും ധൈര്യമുള്ള ആരാ ഇവിടെ ഉള്ളതല്ലേ? അങ്ങോട്ട് ചോദിക്കാൻ വന്നതിന്റെ ഫ്ലോ പോയി. പൂവുള്ള ഷർട്ട് എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിക്കാൻ വരായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണല്ലോ, എവിടെന്നെങ്കിലും ആവട്ടെ, അവിടെ പോയിരുന്നോ. അവിടെ നിറച്ച് പൂ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നടുക്കോട്ട് പോയിരുന്നോളൂ. ഇത് കണ്ടിട്ട് എന്നോട് 2-3 പേര് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് പൂക്കച്ചവടം തുടങ്ങിയത്? അല്ല, ഇത് കാണുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നുന്നു. ഒരു പൂക്കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. അടിപൊളിയുണ്ട്. അല്ല, ഓർഡർ ഉണ്ട്, പിടിച്ചോട്ടോ. ഞങ്ങളപ്പോൾ അവിടെ ഇരിക്കാം. ശരി എന്നാ. ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങാണ് ഇന്നത്തെ കോമഡി മസാല. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന കാഴ്ചകൾ മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങൾ മാത്രമേ നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരലോകത്ത് എന്തായിരിക്കും പരിപാടി നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും അതെന്താണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ വേദിയിലേക്ക് വരികയാണ് ടീം സൂപ്പർ ജോക്കേഴ്സ്. ഈ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ആരാണ് ഈ മ്യൂസിക് എടുത്തിട്ടത്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഈ മ്യൂസിക് എടുത്തിട്ടാര്? പേടിയാ? നമ്മളിത് പരലോകമല്ലേ, ഈ പ്രേതങ്ങള് വസിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യട്ടെ. ഞാൻ പെട്ടെന്ന് ഭൂമിയിലാണെന്ന് ആലോചിച്ച് പോയി. അതുകൊണ്ടാണ് ആ മ്യൂസിക് തന്നെ സ്ഥിരം ഇട്ടത്. അത് മാറ്റി വേണമെങ്കിൽ നമുക്ക് വേറെ മ്യൂസിക് ഇടാൻ കേട്ടോ. എന്നാ നിങ്ങൾ ഈ പൗഡർ കിട്ടിട്ട് എവിടെ പോകാൻ പോണു? ഞാനാ സിനിമ കാണാൻ പോണു. വരണ നീ പ്രേതമാണെങ്കിലും ഭയങ്കര കോമഡി തന്നെ. എനിക്ക് പൗഡർ ഒന്നും ഇട്ടൂടെ? ഈ 4-5 ദിവസം കൊണ്ട് എത്ര പെൺപ്രേതങ്ങളെന്നറിയാ ചത്തു തൊലഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ പിടിച്ച് നിൽക്കണ്ടേടാ അവരൊക്കെ ഇടയില്. നിങ്ങൾ ഈ പൗഡർ ഇങ്ങനെ പൂശേണ്ട കാര്യമില്ല. നിങ്ങൾ ആവശ്യത്തിന് ഭൂമിയിൽ നിന്ന് പൗഡർ പൂശിയല്ലേ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ എന്തിനു നിങ്ങൾ ഇന്ത്യ മൊത്തം കൂടെ വാരി കയറ്റണത്? അണ്ണാ, പിന്നെ എനിക്കൊരു സംശയമുണ്ട്. പറ, ചോദിക്കും. ഈ പ്രേതങ്ങൾ എന്തിനാണ് ഈ വെള്ളയും വെള്ളയൊക്കെ ഇടുന്നത്? വെള്ള കളറാണ് നിനക്ക് സംശയം. കുറെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ വരുന്ന എല്ലാ പ്രേതങ്ങളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളയുടെ ഈ സിമ്പൽ എന്താണ്? ശാന്തി, സമാധാനം. അതാണല്ല, ഈ ഒരു സാധനം ഇല്ലാത്ത ഒരേ ഒരു സ്ഥലമാണ് ഭൂമി. ഇവിടെ ഇവിടെയെങ്കിലും സ്വസ്ഥതയോടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ മന്ത്രിമാര് ഈ വെള്ളം ഇടുന്നത്. ഈ മന്ത്രിമാര് വെള്ള ഡ്രസ് ഇടാൻ തുടങ്ങി അന്നോട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ ശാന്തത സമാധാനം നഷ്ടപ്പെട്ടത്. അത് കറക്റ്റ്. നീ കേട്ടിട്ടില്ലേ? ശാന്തത വേണമെങ്കിൽ മെടുക്ക് വെള്ള വരണം. കേട്ടിട്ടില്ലേ? അന്നോട്ടാണ് ഈ സംഭവം ഉണ്ടായി തുടങ്ങിയത്. അണ്ണാ, പിന്നെ അണ്ണ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാനാ ഇന്നലെ രാത്രിയുള്ള 7:30 വോൾവോ ബസ് പിടിച്ചു. നീ എങ്ങനെയാണ് വന്നത്? അതുപോലെയല്ലേ ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്തിനു ചോദിക്കണത്? അതല്ലെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെ മരിച്ചത്? ഞാൻ മരിച്ചതാ? ഒരു രക്ഷയില്ലാത്ത കഥ ഇട്ട് ചിരിച്ചിരിച്ച് ഉപ്പാട് വരും. ഞാൻ ഇവിടെ വന്നിട്ട് ഞാനും കാലിനും കൂടെ 2 ദിവസം നിർത്താതെ ചിരിച്ചാ കഥ. ചുമ്മാ അല്ല, പോത്തിന് കടി പിടിച്ചവിടെ കിടക്കണം. എന്നാ നിനക്ക് കഥ കേൾക്കണം വേണ്ടേ? ചെറുപ്പം തൊട്ട് എനിക്ക് കോഴി എന്ന് പറഞ്ഞ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അത് പിന്നെ കണ്ടാലും പറയും. എടാ, കോഴി ഇറച്ചി എൻ്റെ വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ എന്നും വൈകുന്നേരം ഓരോ വീടുകളിൽ കയറി ഒരു കോഴിയെ മോട്ടിക്കും, രാത്രി കൊണ്ടുവച്ച് കറി കഴിക്കും, രാവിലെ ഇരുന്ന് കഴിക്കും. അതിൻ്റെ ഒരു സ്ഥിരമായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് കയറി വന്ന ഇടവഴിക്ക് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലൊരു അടിപൊളി പൂവൻ കോഴി അങ്ങനെ നീക്കുന്ന ഒരു 6-7 കിലോ വരും. ഓട്ടോ ഇട്ടു. രാത്രി 11 മണിയായപ്പം ഞാൻ പതുക്കെ ചെന്നു കോഴിക്കൂട്ടിൻ്റെ അടുത്ത് ചെന്നു കോഴിക്കൂട്ടി കയറി പിടിച്ചു. കിട്ടിയില്ലേ? കിട്ടി, വേഷ കിട്ടി. 2 പൊട്ടലും 1 ചീറ്റലും 4 വെടിയും. കണ്ണു തുറന്നപ്പോൾ ഞാൻ ഇതിനകത്ത് കിടക്കും. എടാ, കണക്ഷൻ പിടിച്ച് കൊടുത്തിരുന്ന നീ എർത്ത് കൊടുത്തിരുന്നല്ലേ? കാര്യം മൂപ്പാടൊന്നുമില്ല. അതൊക്കെ പോട്ട്. നീ എങ്ങനെയാണ് മരിച്ചത്? എനിക്കൊരു പെണ്ണുമായിട്ട് പ്രേമം ഉണ്ടായിരുന്ന. പിന്നെ ആണുമായിട്ട് പ്രേമിക്കാൻ പറ്റും? അങ്ങനെ പ്രേമിക്കണതിന് വേറെ പേരുണ്ട് ഇവിടെ. അതല്ല, പിന്നെ എനിക്ക് ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പ്രേമിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് എവളെ വീട്ടുകാർക്കും നമ്മളെ വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമല്ല, ഭയങ്കര എതിർപ്പ്. പെണ്ണ് വീട്ടുകാർക്ക് നിന്നെ പിടിക്കില്ല. അതായിരിക്കും ചിലപ്പോ. പെണ്ണ് കാണാനൊക്കെ വീട്ടിൽ അപ്പൊ ഇവര് പിന്നെ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നോട് തീരുമാനം എടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം എന്നുള്ള തീരുമാനമാണ്. അപ്പൊ ഞാനും അവളും കൂടെ നേരെ ഒരു കൊക്കയിലൂടെ ചെന്നു. കഴിക്കണം കൊക്കൊക്കെ കേട്ടണല്ല
കൊക്കോ മറ്റേ കൊക്ക ഇതില്ലേ മറ്റേ സംഭവം? കുഴി, ചാടിച്ചാണ്. കൊക്ക, അത് 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 അപ്പൊ അതിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ അവളും കൂടെ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടെ കൈ പിന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചാടാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവൾ പറഞ്ഞു റെഡി 1 2 3 പറഞ്ഞ് ചാടിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഞാൻ റെഡി 1 2 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആത്മാർത്ഥം കൊണ്ട് ഞാൻ അടുത്തങ്ങ് ചാടി. ഈ ആത്മാർത്ഥത കൂടി പറ. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കി മുകളിലോട്ട്. അപ്പൊ അവള് എനിക്ക് അവിടെ നിന്ന് ടാറ്റായിരുന്നു. ടാറ്റ തന്നിട്ട് ഒരു പ്ലെയിൻ കിസും തന്നിട്ട് പിന്നെ കാണാന്ന് പറഞ്ഞു. ഓ എല്ലാം അങ്ങനെ കുഴി ചാടിച്ചു അവള്. കൊള്ളാം കേട്ടോ, നല്ല മരണം. ഇതാണ് സുഖം മരണമെന്ന് പറയുന്നത്. അണ്ണാ പിന്നെയാണോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു കിടിലം പാട്ട് കേട്ടത് ആര് പാടുന്നത്? ഇന്നലെ രാത്രി ഓ ഞാൻ നിന്നെ കണ്ടായിരുന്നു. 8:30 മണിക്കല്ലേ നീ അവിടുന്ന് ചത്തിങ്ങോട്ട് വന്നത്. എന്തൊരു ബഹളം ആർപ്പാടമൊക്കെ ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് കൈയെടുത്ത് കാണിച്ചു കേട്ടോ അവിടുന്ന് പുറത്തോട്ട് നോക്കി. ഇന്നലെ പാടിയതാ. എടാ അതൊരു 4-5 ദിവസമായി. ഒരു പെണ്ണ് മരിച്ചുവിടെ വന്നു. ഗായികയാണ്. നമ്മളെ ഈ പരലോകത്തിലുള്ള ഗാനകോവിലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത്യാവശ്യമായിട്ടൊക്കെ പാട്ടൊക്കെ പാടി. ഞാൻ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ഒരു കാര്യം, ഒരു പരിധി വിട്ട് അടുക്കാൻ പോകണ്ട. ഇല്ല ഈ ഫ്ലെക്സ് ഒട്ടിക്കുന്ന പശ ഉണ്ടല്ലോ, അതിനേക്കാളും കടുപ്പമാണ്. തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഊരി പോകാൻ ഭയങ്കര പാടാണ്. ഈ പെണ്ണിന്റെ പേരെന്തേലും? പെണ്ണിന്റെ പേര് ശാന്ത. മടത്തറ വീട്? ആന്തറ അങ്ങനെ ചോദിച്ചേ? അല്ല ഇമാതിരി പേരൊക്കെ അവിടെ നിന്നാണ് വരുന്നത്, അതാണ് ചോദിച്ചത്. മടത്തറയൊന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല, പരിചയപ്പെടുത്തി തരാം. പക്ഷെ ആ ഒരു ലെവലില് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടേ നിൽക്കാവൂ. വരണുണ്ട് കൊള്ളാം. പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പാട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞു. ഓ ശരിക്കും പറഞ്ഞോ? എന്നാലും എന്നെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്ത്. ഇത്രയൊക്കെ കൊണ്ട് വേണോ? വേണം, പരിചയപ്പെടുത്ത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പുതിയ ആളല്ലേ, ഇരിക്കട്ടെ. പിന്നെ ധൈര്യമായിട്ട് അങ്ങ് നേരിട്ട് എന്നങ്ങ് പരിചയപ്പെട്ടോണ്ടാ മതി. അത് വേണ്ട, ഒന്ന് പരിചയപ്പെടുത്തി താ. സ്വഭാവം അറിയാലോ. ഒറ്റ അടിയെന്ന് കഴിഞ്ഞാണ്ടല്ല 8 ദിവസം കഴിഞ്ഞാൽ കണ്ണു തുറക്കുള്ളൂ. കൊന്നു കളയും ഞാൻ. പിന്നെ ഒരിക്കലത്തെ എനിക്കല്ല പിന്നെ ചാവാൻ പേടി. പരിചയപ്പെടുത്തി തായോ. കൊല്ലാനും പറ്റാത്ത അവസ്ഥയായി. ഇതാണ് ഞാൻ പറഞ്ഞ ഗായിക. അത്യാവശ്യമൊക്കെ പരിചയപ്പെട്ടോ. ഞാനേ ഒരു ടിന്ന് പൗഡർ വാങ്ങിച്ചോണ്ട് ഇതാവട്ടെ. നിങ്ങൾക്ക് എപ്പോഴും പൗഡർ ഇടക്കം തന്നെയാണ് പരിപാടി. ഹായ്, ന്യൂ അഡ്മിഷൻ ആണല്ലേ? അതെ. Who are you? ഊവാനൊന്നും എനിക്കറിയില്ല, വേണമെങ്കിൽ 2 കൊര വേണ്ടി തരാം. അതല്ല, ചേട്ടൻ ആരാണ്? ഞാനിവിടെ പുതിയതായിട്ട് വന്നതാ. ആണോ? ഞാൻ കണ്ടായിരുന്നു. അവിടെ വെച്ച് കല്ലറയില്. എന്നെ വിളിക്കാത്ത എന്തിയാ അപ്പോ? ഞാൻ വന്ന് കേറിയല്ലേ ഉള്ളു. ചുമ്മാ എന്തിന് കാലനെ കൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കണം. അപ്പീര വീടെവിടാ? എന്റെ വീട് പാലേലാ. എന്റെ വീട് കോട്ടയത്ത്. അയ്യോ അതല്ല, പാലേല്. അവിടെയാണ് നിങ്ങളെ കടപ്പറ. അതാണ് എന്റെ കിടപ്പറ. ഇതാണ് എന്റെ കടപ്പറ. അയ്യോ ചേട്ടാ, ഐ ലവ് യു. അയ്യോ ചേട്ടാ, എന്നെ എന്ത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് നിന്റെ ഈ മനോഹരമായ പല്ലാണ് ഇഷ്ടപ്പെട്ടത്. അയ്യോ ശരിക്കും? ഞാൻ എന്നെ കൊണ്ട് തോറ്റു. പല്ല് ഇഷ്ടായോ? അതൊന്നും അല്ല, എനിക്ക് ഈ മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രേതമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും ബ്രഷ് വെച്ചൊന്ന് പല്ല് വെക്കണം കേട്ടോ. അണ്ണാ ഞാൻ ബ്രഷ് ഒക്കെ തേക്കാറുണ്ട്. ആ ബ്രഷിന്റെ ഒരു നാര് പോയി, അതുകൊണ്ട് അതാണ് ഞാൻ കളഞ്ഞു. എടി പൊട്ടി, നീ എന്തിനടി കാണിച്ചത്? ആ ബ്രഷിന്റെ ഒരു നാര് പോയി, നീ എന്തിനാ എടുത്ത് കളഞ്ഞ? മോശമായി. അതൊക്കെ കൂടെ ഒരു നാരുള്ളൂ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പല്ല് ശരി, അതൊക്കെ പോട്ടെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് കുമാരൻ. സ്നേഹമുള്ളവരെന്നെ കുമാരേട്ടാന്ന് വിളിക്കും. കുമാരേട്ടാ? ആരാണത്? കുമാരേട്ടന്റെ നീ ഇവിടെ പാടി പ്രേമിച്ച് രസിച്ച് നടാ. എടാ 2 പോലീസുകാർ വരണം. ഇവിടെ ഇനി ഒരു സ്വസ്ഥതയും കാണൂല. പോലീസുകാരോ? എവിടെ പോലീസുകാർ വരണം എന്ന് പറഞ്ഞാൽ നീ എന്തിനു നടന്ന് ചാടുന്നത്? എനിക്ക് പോലീസുകാരെ പണ്ട് മുതൽ ഭയങ്കര അലർജിയാ. ഞാൻ എവിടെ റൂം എടുത്താലും അവിടെ വന്ന് പൊക്കു തന്നെ. ഇപ്പൊ ഇവിടെ വന്നില്ലേ? നിങ്ങളെന്തിനാ പേടിക്കണത്? പണ്ട് കോഴിമോഷനായിരുന്നല്ല ജോലി. അതുകൊണ്ട് ഈ പോലീസിന് എവിടെ കണ്ടാലും ഒരു വൈബ്രേഷൻ ഉണ്ട്. അണ്ണാ നമ്മൾ ആത്മാക്കളല്ലേ, നമ്മളെങ്ങനെ അവര് കാണും? കാണാൻ പറ്റും. സീനിയറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കണ്ടുകൊണ്ടല്ലേ. ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ പ്രേതാലയത്തിലാണ് വന്ന് കയറിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഉള്ള കാര്യം ഞാൻ പറയാം, ഭയങ്കര പേടിയാണ്. ഒരു പോലീസുകാരനും പറഞ്ഞു നടക്കും. എന്താണ് അങ്ങനെ പേടിക്കുന്നത്? അണ്ണാ എനിക്ക് പേടിയാണെന്ന് ഈ രാത്രി. അത് പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഉപയോഗം എന്താണെന്നറിയാം. നമുക്ക് അത്യാവശ്യമൊക്കെ സൈഡ് ബിസിനസ് എടുത്താൽ മദ്യം കഴിക്കാം,
മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഡ്യൂട്ടിയായി. ഇപ്പം വീട്ടിലായി കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ള സമ്മതിക്കത്തില്ല. അപ്പോൾ ഓഫീസിലാണെങ്കിൽ അവിടെ ചെന്ന പിന്നെ ക്യാമറയും മറ്റു കാര്യങ്ങളും നടക്കും. അപ്പം നമുക്ക് എന്റെ പൊന്നെണ്ണ അതിന് വല്ല ക്വാർട്ടേഴ്സിൽ ഇരുന്ന് കടിച്ചാ ഇവിടെ വന്നിരുന്ന് കഴിക്കണം എന്തിന്? എനിക്കൊന്ന് മുള്ളിയിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. ഓ പോയിട്ട് വാ. അണ്ണാ ഞാൻ അവിടെ ഒറ്റയ്ക്കുള്ളൂ, പെട്ടെന്ന് പറഞ്ഞേ. എന്തോന്ന് കണ്ണും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കണ? കേറി പോ പാലയില്. അവർക്ക് നമ്മളെ കാണില്ലല്ലോ. നിനക്ക് കാണാലോ. ഞാൻ പോവാ ചേട്ടാ, എനിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാണേ. അപ്പോഴേ പാല. കാണണേ. അത് വേറൊരു സെറ്റപ്പ്. നിനക്ക് വീണ്ടും ഫ്ലാഷ് ബാക്ക്. പിന്നെ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നോക്കിയിരിക്കാതെ പെട്ടെന്ന് ഒഴിയടേ. അണ്ണാ ഞാനൊരു സംശയം ചോദിച്ചോട്ടാ, നിങ്ങൾക്ക് ഈ പ്രേതങ്ങളൊന്നും പേടിയില്ലേ? പ്രേതങ്ങളെ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ആ പേടി അങ്ങ് മാറി. ആ തന്നെ എന്റെ പെണ്ണുമ്പിള്ളയെ കണ്ടോ മറ്റേ ചിരിച്ചു പോകും. കല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളെ അച്ഛനെ കാണണം, ട്രാക്കുള തോറ്റു പോകും. സത്യമായിട്ട് തന്നെ SI സാറ് ഒരു കാര്യം പറഞ്ഞു ചേട്ടാ എൻ്റെ അടുത്ത്. നിങ്ങള് കഴിഞ്ഞ 2 ദിവസമായിട്ട് ലീവായിരുന്നു അല്ലേ? വീട്ടിലെന്തോ പ്രശ്നം ചെറിയൊരു വിഷയം, വീട്ടിലെ ചെറിയ വിഷയം. അപ്പൊ എനിക്ക് ജോത്സ്യത്തിന് വലിയ ഇതൊന്നുമില്ല, എന്നാലും ഞാൻ പൊക്കളയെന്ന് വെച്ച് ഈ പ്രശ്ന പരിഹാരം ഒന്ന് കാണണമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര വഴക്കം. ഈ കണിയാനുണ്ടല്ലോ, അവർ ഞങ്ങൾ വീട്ടിൽ അതിർത്തി തർക്കം, മുട്ടം പ്രശ്നം. അപ്പൊ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിനെ ഇടപെടണമല്ലോ. ആ തറവാടിത്തം. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ച് ഇതിനിടയിൽ എന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ മറന്നുപോയി. ചുമ്മാ ഭയങ്കരല്ലോ. ഇതെന്തോ ചെയ്യാൻ തോന്നുന്നു? അണ്ണാ ശവപ്പറമ്പിൽ നിന്നാണ് അടിക്കണം വാതകളുടെ ഇടയിൽ. അപ്പോൾ വാതകൾക്ക് 3 തുള്ളി കൊടുക്കണം. അതാണ് നാട്ടുകിടപ്പ്. വാദ നിന്റെ അച്ഛൻ. കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. മതി മതി മതി. ആകെ ഒത്തിരി സൗണ്ട് എല്ലാവരും കൂടെ തുള്ളി തുള്ളി കളയാതെ ഒഴിയാണ്. കഷ്ടമെന്ന് പറയാം. നല്ല സാധനമല്ലേ? നല്ല സാധനമാണ്. അണ്ണാ യോമാർ ഇത്തിരി നമുക്ക് തന്നില്ലല്ലോ അണ്ണാമാര്. അത് മാത്രമല്ല, ബാധകളെ പ്രേതങ്ങളെ ഭയങ്കര ഒരു അരി പേടിയില്ലാതെ ഒരു അരി അവര് വെറും സീറോ പോലെ ആക്കി. അത് ഒരുമാതിരി വല്ലാത്ത വില. പണി കൊടുക്കണോ? ഒഴിക്കട്ടെ, നീ നോക്കിയോ, ഒഴിക്കട്ടെ, കാണിച്ചു കൊടുക്കാം. ഒഴിക്കട്ടാ ഞാൻ ക്ലാസ്സിൽ തന്നെ നോക്കിയോ, സൂക്ഷിച്ചു നോക്കിയോ. വൈകിട്ടേ മാടേ വേണ്ട. അല്ലണ്ണ അണ്ണാ ഞാൻ ബിവറേജ് നേരത്തെ സാധനമില്ലേ? പച്ചവെള്ളം പോലെയൊക്കെ ഇരിക്കുന്നു. എനിക്കറിഞ്ഞൂടാ. ഞാൻ അണ്ണാ ഗ്ലാസ് അണങ്ങിയ ക്ലാസ് ആണെങ്കിൽ ഞാൻ കണ്ടു വിളിച്ചോ. ഇങ്ങോട്ട് വാ. എനിക്ക് തോന്നിയാണ് ഗ്ലാസ്. ഞാൻ പറഞ്ഞ ഈ പ്രാധാന്യം വന്നിട്ട് അടിക്കണ്ട. അല്ല അനങ്ങിയ അണങ്ങിയത് അനങ്ങിയ. ഇനി എന്റെ കണ്ണിന് കുഴപ്പം ഒന്നുകൂടെ നോക്ക്. ഒന്നുകൂടെ അനങ്ങോ നോക്കാം, എന്താണെന്ന് അറിയണമല്ലോ. അതെ, പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഭയങ്കര വിഷയമാണ്. നിങ്ങളല്ലേ പറഞ്ഞ ഭയങ്കര ധൈര്യം നിങ്ങൾക്ക്. ധൈര്യത്തിന്റെ അല്ലേ, നമ്മള് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ പിന്നെ നമ്മളെ വീട്ടുകാർക്ക് ഒരു നാണക്കടായി മാറും. വീട്ടുകാർക്ക് എന്തൊരു നാണക്കേട് നമ്മളോട് വെള്ളം അടിക്കുന്നതിന്? എടാ, ഒരു പോലീസുകാരനെ പ്രേതത്തിനെ പേടിച്ച് വല്ല കുളത്തിൽ അങ്ങനെ വീണ് ചത്തെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേടാ. അണ കുപ്പി കുപ്പി ദൈവമേ ഇങ്ങോട്ട് വേണം. ഇങ്ങോട്ട് കഷ്ടമെന്ന് പറ. കുപ്പിയും കൊണ്ട് പ്രേതമൊക്കെ ഉണ്ടെന്നോടാ ചുമ്മാ. ഞാൻ വിചാരിച്ചത് ഇവിടെ വെച്ചിട്ട് പോകും. മനസ്സിലായ? ഇവിടെ പ്രേതങ്ങളെ വെറും പുല്ല് വല, ഓടിയ വഴിക്ക് പുല്ല് കിളുത്താൻ നോക്ക്. അത് വഴി പോക്കളാ. അതാരണ വരണ? അത് അയ്യോ പാവ ഒരു അടിപൊളി പെണ്ണാട്ടെ. ഇപ്പഴെന്തര ചത്തുള്ള ചൂട് ശാപം. അണ്ണാ ഇവളെങ്ങോട്ട് കേട്ടല്ലേ? ഇവളെങ്ങോട്ട് കേട്ടില്ലേ? എന്നെ തേച്ചിട്ട് പോയ പെണ്ണാണ് അവള്. മറ്റേ നിന്നെ പെണ്ണ് പ്രേമിച്ചേ? ഓ, എന്നെ കൊക്കെ തള്ളിയിട്ടവള്. എടാ, ദൈവം ആരും അച്ഛന്റെ വകയല്ല. നിന്നെ ചതിച്ചതിന് അവക്ക് കൊടുത്ത ശിക്ഷയാണിത്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. അധികം താമസിയാതെ അവൾ ഇവിടെ തന്നെ എത്തും. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. നീ ഇമോഷണൽ ആവരുത്, സെൽഫ് കൺട്രോൾ. എനിക്ക് അവളെ ഉപദ്രവിക്കുകയും ചെയ്യരുത്, കൊല്ലരുത്. അവൾ ഒരിക്കൽ ചത്താണ്. പോടി ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ പോടി. നീ എന്റെ അടുത്തൊന്നും പറയാനും വേണ്ട. പോ, നീ എന്നെ തേച്ചിട്ട് പോയല്ലേ. പോ, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കട്ടെ. നീ ഇപ്പൊ വന്ന എന്തിനാണെന്ന് മനസ്സിലായി. ഇവന്റെ അടുത്ത് സോറി പറയാൻ വന്നേല്ലേ? പണ്ട് നീ ഇവനെ സ്നേഹിച്ച് ഇവന്റെ കുറെ കാശൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവസാനം കൊക്കയുടെ മണ്ടേ കയറി അവിടെ നിന്നിട്ട് നീ 1 2 3 എന്ന് പറയുമ്പോൾ ചാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ആക്രാന്തം മൂത്തവനല്ലേ, സ്വല്പം ആത്മാർത്ഥം കൂടിപ്പോയി. 2 എന്ന് പറഞ്ഞതും അവൻ ചാടി. നീ പുറകെ വരുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ നീ ടാറ്റ കാണിക്കുന്നു, മേളിക്കുന്നുണ്ട്. തന്നല്ല, അതിന് നീ പകരം വിട്ടാൻ വന്നേല്ലേ? പിന്നെ ഞാൻ സത്യം മാമൻ്റെ കൂടി പറയാം. മാമൻ ചേട്ടനോട് പറയാം. ഞാൻ ഈ ചേട്ടനെ പറ്റിച്ച് ഈ ചേട്ടൻ ചത്തല്ലോ. അടുത്ത് ഞാൻ വേറൊരു ചേട്ടനെ സ്നേഹിച്ചു. നിനക്ക് ഇത് തന്നെ ആ ചേട്ടനെ സ്നേഹിച്ച് ഞാൻ കൊക്കയിൽ കൊണ്ടുവന്നു. വീണ്ടും കൊക്കരെടുത്തോണ്ട് കൊക്ക മൊത്തം നീ ഹോൾസെയിൽ ആയിട്ട് എടുത്തേക്കണം. ഇല്ല, ഇവക്ക് വേണ്ടിയിട്ടാണ് പാട്ട് വരെ ഇറങ്ങിയത്. പാണ്ടി എന്നാ കൊക്ക ബാക്കി പറ. ആ ചേട്ടനെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട്
2 3 ഇവനെ ചാടിച്ചോലെ അവനെ കൂടെ ചാടിക്കാൻ നോക്കി. ചാടാൻ വേണ്ടിയിരുന്നു. അപ്പോഴ് പക്ഷെ 1 2 എന്ന് പറഞ്ഞതും അയാൾ എന്നെ ബേക്കിന് ഒരു ഒറ്റ തള്ളു. എന്താടാ നിന്നെ പോലെ കിഴങ്ങന്മാരെന്ന് വിചാരിച്ച എല്ലാവരും അല്ലേ? എടാ ഇവിടെ അവൻ തേച്ചിട്ട് പോയി, മനസ്സിലായ നിനക്ക്? സന്തോഷിക്ക്. ബാക്കി പറ. ഞാനിങ്ങനെ പറന്ന് താഴോട്ട് പോവുകയായിരുന്നു. അപ്പോഴും അയാൾ മുകളിൽ നിന്ന് ഇങ്ങനെ ടാറ്റ തന്നു. ഒരു പ്ലെയിൻ കിസ് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു പിന്നെ കാണാം. പിന്നെ കാണാം. കണ്ട ഇപ്പൊ മനസ്സിലായ? എടാ ദൈവം അച്ഛന്റെ വകയല്ല ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായ? എനിക്ക് ഇവളെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂല. എന്തത്? എനിക്ക് അവളെ വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ്. ഭൂമിയിൽ വെച്ചാൽ നിങ്ങളെ ഒന്നിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് പരലോകത്ത് വെച്ച് നമുക്ക് ഒന്നിക്കാം. പിന്നെ ഒരു കാര്യം, ചെറുക്കനെ ഞാൻ കെട്ടിച്ചു തരും. ചെറുക്കൻ എന്നിട്ട് ഒന്നിട്ട് പറഞ്ഞ് പിണങ്ങിട്ട് ഇവിടെ കൊണ്ട് കൊക്കയെന്ന് തള്ളിയിടാൻ നോക്കല്, ഇവിടെ കൊക്കയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം സോൾവ് ചെയ്യാം. ഇതാണ് നിന്റെ മണിയറ. ഇതാ എന്റെ മണിയറ, ഇതാണ് എന്റെ മണിയറ. പിന്നെ നിനക്ക് ഡള്ളപ്പിന്റെ കുഷനും കൊണ്ടുവന്ന് മൊത്തം മറ്റേ പൂമാലയും ചാർത്തി 2 ഗ്ലാസ് പാല് 7 ആപ്പിളും കൂടെ വെച്ചേരാടാ. ഇവിടെ ഇവിടെ ഇതൊക്കെ തന്നെ കിട്ടുന്ന ഭാഗ്യമല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളെ മണിയറ. അപ്പൊ ജീവിതം അടിച്ചു പൊളിച്ചോളൂ. അണ്ണാ പിന്നെ അടുത്ത ആഴ്ച കാണാട്ടെ നമുക്ക്. അടുത്ത ആഴ്ച ഓ നിങ്ങളോടെ പോണു? നമുക്ക് ഹണിമൂണൊക്കെ വേണ്ടേ അണ്ണാ? ഹണിമൂണാ? ഓ നമ്മൾ ആത്മാക്കളാണെങ്കിൽ നമുക്കും വേണ്ടേ ഒരു എന്റർടൈൻമെന്റ്. എങ്കിൽ പിന്നെ അടിച്ചു പൊളിച്ച് പോടാ മക്കളെ. 2 പ്രേതങ്ങളുടെ നടുവിൽ നിൽക്കണമല്ലോ എന്നോർക്കുമ്പോൾ ഒരു ചെറിയ പേടിയില്ലാതില്ല. എന്നാലും കുഴപ്പമില്ല, ലൈറ്റൊക്കെ വന്നതുകൊണ്ട് ഒരു സമാധാനം തോന്നുന്നുണ്ട്, ചെറിയൊരു ധൈര്യം വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ സെറ്റും ആംബിയൻസും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ അവിടെ ഇരിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ സ്കിറ്റ് അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. സുചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ത്രെഡ്, അടിപൊളി. പിന്നെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം മാത്രമേ. ശരിയാ, കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് തീർന്നു പോയൊരു ഒരു ഫീൽ. ശരിയാ. ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് ആ സുഖമില്ല വന്നില്ല, ഒരു കാലന്റെ ഒരു 4 എൻട്രി ഉണ്ടായിരുന്നു. നന്നായി കാലം വരാഞ്ഞേ, അതിന്റെ ഒരു കുറവ്. പേടിച്ച് കാശമായിരിക്കുക. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പേടിച്ച് വിട്ടിരിക്കണേ. മറ്റേ ഇത് കാണിച്ചവരെ കട്ട് ചെയ്യിപ്പിച്ച് കളഞ്ഞു. അതെ, സെമിത്തേരിയുടെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തന്നെ. അതെ നന്നായിരുന്നു, അടിപൊളി, സൂപ്പർ. ചേട്ടാ സൂപ്പർ, നന്നായിരുന്നു. നല്ല ഒരു പുതിയ ഒരു ത്രെഡ്, സുധി പറഞ്ഞതുപോലെ നല്ലൊരു ത്രെഡായിരുന്നു. പിന്നെ ഇതിനകത്ത് മാജിക് കൊണ്ടുവരുന്നില്ലേ, അത് ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ചുവന്ന കളറുള്ള മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ള കളറായി മാറി. അതെങ്ങനെ പറ്റിയത്? അത് മജീഷ്യനാണ്, ആണല്ലേ? സൂപ്പർ. അതുപോലെ തന്നെ ആ ശവക്കല്ലറയുടെ മുകളിലിരുന്ന ഗ്ലാസ് നീങ്ങിയതൊക്കെ ഭയങ്കരമായിട്ട് അത് അത്ഭുതപ്പെടുത്തി. അതെ അതെ, നമ്മുടെ ഈ പ്രേതങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഒരു മജീഷ്യൻ. അതാണ് നമ്മുടെ ആ പ്രേതങ്ങളുടെ കള്ളുകൂടി സീനിൽ പ്രേതങ്ങളും പോലീസുകാരും വന്ന സീനിൽ ഒരു ഇമ്പാക്ട് കൊടുത്തത്. ഒരു ചെറിയൊരു മാജിക് അവിടെ നടന്നു, ഒരു കൺകിട്ട് നടന്നു. അപ്പോൾ അത് ഗ്രാഫിക്സ് അല്ല കേട്ടോ, ശരിക്കും അതൊരു മജീഷ്യന്റെ ഹെൽപ്പോട് കൂടി അവർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ മജീഷ്യനെ ഒന്ന് പരിചയപ്പെടാം. വിളിക്കാം. ദീപുവിന്റെ ബ്രദർ ആണ് അല്ലേ? ദീപുവിന്റെ ബ്രദറാണ് സുധീഷ്. സുധീഷ് എന്ന നമ്മുടെ വളർന്നു വരുന്ന മജീഷ്യനെ കൂടെ നമ്മൾ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. സുധീഷാണ് ഈ വീഞ്ഞ് വെള്ളമാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുമായിരുന്നല്ലേ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇവിടെ വീഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സംഭവം വെറുതെ വെള്ളമാക്കി കളഞ്ഞു. അപ്പൊ സുധീഷ് എന്തായിരുന്നു, എന്ത് മാജിക് ആണ് കാണിച്ചത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ജാലവിദ്യ ഇവിടെ അവതരിപ്പിച്ചെങ്കിലും ഇത് ഒറിജിനൽ മദ്യം തന്നെയാണ്. ഒറിജിനൽ മദ്യമാണോ? അതെ, ഇത് ഈ ബിവറേജിൽ പോയി ക്യൂ നിന്ന് മേടിച്ചാണ്? ഞാനല്ല വാങ്ങിച്ചത്, ഈ സ്കിറ്റിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, ആരായാലും മേടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ വിപത്താണ് ഈ മദ്യപാനവും മയക്കുമരുന്നും. തീർച്ചയായും ഈ വിഷവസ്തുക്കളുടെ ഉപയോഗം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് ഈ ജാലവിദ്യ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പുതിയൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ മദ്യമാണോ എന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഉല്ലാസേട്ടൻ്റെ ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ്. അതെന്താ ഉല്ലാസേട്ടൻ? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് ഉല്ലാസേട്ടൻ്റെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പരിശോധിക്കാൻ ആണുങ്ങളാണ് ബെസ്റ്റ്. അല്ല, ഇതിന്റെ മണം എതിരെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടിക്കാൻ പെണ്ണുങ്ങളാണ് ബെസ്റ്റ് അല്ലേ? സംശയം ചോദിച്ചു നോക്കണോ? പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ഈ മദ്യത്തിന്റെ ഒറിജിനൽ മണം എനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ അവൻ അവിടെ ഉല്ലാസിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാന്നും പറഞ്ഞു. എന്തായാലും ഇത് കുന്തത്തിന്റെ മണമെന്ന് നോക്കട്ടെ ആദ്യമായിട്ടൊന്ന്. എന്തൊരു വൃത്തിയായിട്ട മണം, ഇതൊക്കെ എങ്ങനെ മനുഷ്യർ കുടിക്കുന്നു? നിനക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് പറയൂ? ഒരു ചീഞ്ഞ മണം. ചീഞ്ഞ മണോ? മദ്യവട സ്പിരിറ്റ് പുള്ളിക്ക് പിടികിട്ടി. പുള്ളി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പുറത്ത് നോക്കട്ടെ. തന്നേ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി കൂടെ കൊടുക്കുകയാണ്. ഒരു വൃത്തിയായിട്ട മണം.
അപ്പൊ ഇനി ഈ മദ്യത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാം. ഓക്കെ. അതിപ്പോ എന്തായി? വെള്ളം. പച്ചവെള്ളമായി. ആ കുറച്ച് നമുക്ക് സൈഡിലേക്ക് മാറാം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നമ്മൾ ഇത്രയും തൊട്ടടുത്ത് നിന്ന് ഇത്ര ഇങ്ങനെ മാജിക് കണ്ടിട്ടില്ല. നമ്മൾ അവിടെ ദൂരെ ഇരുന്ന് അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വിചാരിക്കും നമുക്കറിയാം ഇതിപ്പം എല്ലാവർക്കും അറിയാം ഇത് എന്താണ് അതിമാനുഷിക ശക്തിയൊന്നുമല്ല, അതിനകത്തൊരു കൺകെട്ടുണ്ട്, ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ ആ ട്രിക്ക് സാധാരണക്കാരായ നമുക്ക് അറിയാത്തിടത്തോളം കാലം നമുക്കിതൊരു കൗതുകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൈയടക്കത്തോടെ അത് ചെയ്യുന്ന ആളുകളോട് നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനമാണ്, സന്തോഷമാണ്. അപ്പോൾ സുധീഷ് വെരി ഗുഡ് ജോബ്. ഒരുപാട് ഒരുപാട് വലിയ വലിയ വേദികൾ കിട്ടട്ടെ, അറിയപ്പെടുന്ന ഒരാളാവട്ടെ. സുധീഷ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ മജീഷ്യന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കൊണ്ട് നിങ്ങൾ ഇന്ന് എത്ര സ്റ്റാർസ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് നിങ്ങൾക്ക് ഇന്നത്തെ പെർഫോമൻസിന് തന്നിരിക്കുന്നത് 4 സ്റ്റാർസ് ആണ്. അപ്പൊ 4 സ്റ്റാർസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒപ്പം സമാനമായിട്ട് കിട്ടുന്നത് 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഇവരുടെ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് സുധി ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താഴത്തെ മല്ലികപ്പൂ മലർക്കാവിലെന്നാലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ജ്വലകാമുക മാരൻ ചെയ്തത് യോഗ്യമാണോ? താഴത്തെ മല്ലികപ്പൂ മലർക്കാവിലെന്നാലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ജ്വലകാമുക മാരൻ ചെയ്തത് യോഗ്യമാണോ? താഴത്തെ മല്ലികപ്പൂ മലർക്കാവിലെന്നാലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ജ്വലകാമുക മാരൻ ചെയ്തത് യോഗ്യമാണോ? താഴത്തെ മല്ലികപ്പൂ മലർക്കാവിലെന്നാലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ജ്വലകാമുക മാരൻ ചെയ്തത് യോഗ്യമാണോ? കത്തിമേൽ പാമ്പിരുന്നാടാറുണ്ടോ, തിപ്പഴം പറിച്ചുണ്ണാറുണ്ടോ,
കാണാറുണ്ടോ തീമേൽ പാമ്പിരുന്നാടാറുണ്ടോ തിപ്പഴം പറിച്ചുണ്ണാറുണ്ടോ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ ആകാശമാർഗവേ വായുവജാലൊരു വരുന്നതും കണ്ടേ ആകാശമാർഗവേ വായുവജാലൊരു വരുന്നതും കണ്ടേ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ തേരിന്മേൽ ഗന്ധർവനക്ഷിമാരിരുവരും അമുദത്തോടവർ മെല്ലെ മെല്ലെ തേരിന്മേൽ ഗന്ധർവനക്ഷിമാരിരുവരും അമുദത്തോടവർ മെല്ലെ മെല്ലെ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ എന്തുകൊണ്ട് എന്റെ കളത്തിൽ വരാഞ്ഞു മാറൻ എന്തുകൊണ്ട് എന്റെ കളത്തിൽ വരാഞ്ഞു മാറൻ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ തിപ്പനങ്കുല പോലെ നല്ല ചെത്തി മിനുക്കിയെടുത്തേ തിപ്പനങ്കുല പോലെ നല്ല ചെത്തി മിനുക്കിയെടുത്തേ മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെ മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെ മാരൻ താഴത്തെ മല്ലിക പൂമലക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ പൂമുണ്ടും തോളിലുമിട്ട് നല്ല വാർകൊടി തൊങ്ങലുമിട്ട് പൂമുണ്ടും തോളിലുമിട്ട് നല്ല വാർകൊടി തൊങ്ങലുമിട്ട് മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെ മാരൻ മനോഹരനാണേ നല്ല മാലിനിമാരുടെ മാരൻ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താഴത്തെ മല്ലിക പൂമലർക്കാവിലെ ആലസ്യം കൂടാതെ തോഴിമാരും താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ താരാമാനസ ചോലകാമുക മാരം ചെയ്തത് യോഗ്യമാണോ ഒറ്റമലയമ്മയ്ക്കു നാലും കൂട്ടിമുറുക്കാൻ ചേലക്കൊമ്പു മുപ്പനുകള്ളും കാലിപ്പൊകലേ 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 ചക്കൻ ചമ്മി കൊണ്ടുവരട്ടി പെണ്ണിന്റെ വാതയൊഴിക്കാൻ ചക്കൻ ചമ്മി കൊണ്ടുവരട്ടി പെണ്ണിന്റെ വാതയൊഴിക്കാൻ ആരാണോ തകതുള്ളന്റെ ജാവേ നേരാണോ തകതുള്ളന്റെ ജാവേ ആരാണോ തകതുള്ളന്റെ ജാവേ നേരാണോ തകതുള്ളന്റെ ജാവേ ഒറ്റമലയമ്മയ്ക്കു നാലു കൂട്ടി മുറുക്കാൻ ചേലക്കൊമ്പു മുപ്പനുകള്ളു കാലിപ്പൊകലേ ഒറ്റമലയമ്മയ്ക്കു നാലു കൂട്ടി മുറുക്കാൻ ചേലക്കൊമ്പു മുപ്പനുകള്ളും കാലിപ്പൊകലേ ചക്കൻ ചമ്മി കൊണ്ടുവരട്ടി പെണ്ണിന്റെ വാതയൊഴിക്കാൻ ചക്കൻ ചമ്മി കൊണ്ടുവരട്ടി പെണ്ണിന്റെ വാതയൊഴിക്കാൻ ആരാണോ തകതൊല്ലന്റെ ജാവേ നേരാണോ തകതൊല്ലന്റെ ജാവേ ആരാണോ തകതൊല്ലന്റെ ജാവേ നേരാണോ തകതൊല്ലന്റെ ജാവേ അന്തിക്കോല ജത്തിയ കള്ളു എത്തയ്ക്കാ മുപ്പനു രണ്ടു അന്തിക്കോല ജത്തിയ
കള്ളു ഏത്തക്കാമൂത്തത് രണ്ടു ചക്കൻ ചമ്മി കൊണ്ടുവരട്ടി പെണ്ണിന്റെ വാതയൊഴിക്കാൻ ആരാണോ ആരാണോ തകതൊല്ലന്റെ ജാവേ നേരാണോ നേരാണോ തകതൊല്ലന്റെ ജാവേ 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 ആരാണോ ആരാണോ തകതൊല്ലന്റെ ജാവേ നേരാണോ നേരാണോ തകതൊല്ലന്റെ ജാവേ. തുളസീധരനാണു ഞാൻ ആരാ? കൃഷ്ണ തുളസീധരനാണു ഞാൻ. തുളസീധരനാണ് ഞാനിന്ന്. ഇവിടെ എന്താ തുടച്ചു നീക്കാൻ ഫ്ലോർ ക്ലീൻ ചെയ്യാമെന്ന ആളാണ്. എന്നെ കണ്ട് അങ്ങനെ തോന്നുന്നു. അല്ല നിങ്ങളല്ലേ പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഫ്ലോർ ആക്കണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? നമ്മുടെ മലയാള സിനിമാ പാട്ടുകളിൽ ഒരുപാട് മ്ലേച്ഛകരമായ വാക്കുകളുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അത് നിങ്ങളോട് സഹകരിച്ചാൽ ഒന്ന് തുടച്ചു നീക്കാൻ പറ്റും. മ്ലേച്ഛകരമായ ഒരുപാട് പാട്ടുകൾ. പഴയ കാലത്ത് ഉഗ്രം പാട്ടുകൾ അതാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ അതിനകത്ത് കുറെ മോശപ്പെട്ട രീതികളുണ്ട്. ഏത് പാട്ടിലാണുള്ളത്? അത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ, മുറുക്കിച്ചു വന്നതോ മാരൻ മുത്തിച്ചു വപ്പിച്ചതോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുറുക്കി ചുവന്നതുപോലെ അത്രയും ചുവപ്പ് മാരൻ മുത്തി ചുവപ്പിക്കണമെങ്കിൽ അതെന്തിന് മുത്തമായിരിക്കും? അതൊരു വൃത്തികെട്ട രീതി ആയില്ലേ? മനസ്സിലായി? നമ്മൾ വീട്ടിൽ ഇരുന്ന് പാടാൻ കൊള്ളാവോ ഈ അർത്ഥം മനസ്സിലാക്കിയാൽ? അതുപോലെ തന്നെ ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ആ പാട്ടല്ലേ? നല്ല പാട്ടാണ്. നിങ്ങൾ അർത്ഥം ചിന്തിക്കൂ. ചുംബനെ പൂ കൊണ്ട് മൂടി ചുംബിച്ച് ഒരു പെണ്ണിനെ ഉറക്കാൻ അപ്പൊ എത്ര നേരം ഉമ്മ വയ്ക്കണം? ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടിൽ ഇരുന്ന് പാടാൻ പറ്റിയ പാട്ടാണോ അത്? അപ്പൊ അതൊക്കെ തുടച്ചിരിക്കും. പുതിയ പാട്ടുകൾക്കും അങ്ങനെ ഉണ്ട്. ഇതിപ്പോ പുതിയൊരു പാട്ട് ഞാൻ പാടുക, അത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് ഞാൻ അയ്യടാന്നായി പോയി. അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ ഞാൻ എന്ന് നോക്കി നിൽക്കുന്നു. അയലത്തെ വീട്ടിലെ ഒരു പെണ്ണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോട് കൂടെ ഒരു കല്യാണം കഴിച്ചു. അവന്റെ വിരുന്നിന് വന്ന പയ്യനാണ്, കല്യാണ പയ്യൻ. അവനെ ഇവിടെ നിന്നുകൊണ്ട്, അയലത്തെ വീട്ടിലെ ഇവിടെ നിന്നുകൊണ്ട് നോക്കി നിൽക്കും. നോക്കുന്നങ്ങ് നോക്കിക്കോട്ടെ, കൊതിയോടെ നോക്കി നിൽക്കും. അത് തെറ്റല്ലേ? അത് ശരിയല്ല, അത് ഒരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള ആ പാട്ടുകളൊക്കെ ഒന്നും മാറ്റണം. എനിക്കിങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇഷ്ടമല്ല. എങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്കിഷ്ടമുള്ള പാട്ട്? കെട്ടിപ്പിടിയുടെ ഡാഡി മമ്മി വീട്ടിലില്ല, ഇതൊക്കെയാണ് എന്റെ ഇഷ്ടം. അത് ലോകം പരാജയപ്പെട്ട പാട്ടുകൾ. ഏതാ ഡാഡി മമ്മിയാ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റി. ശരിക്കും അതിനകത്തല്ലേ മ്ലേച്ഛതയുള്ളൂ? അല്ലല്ല, ഡാഡി മമ്മി വീട്ടിൽ അത് രാജ്യസ്നേഹം തുളുമ്പുന്നൊരു പാട്ടാണ്. നമ്മുടെ രാജ്യത്തുള്ള ഒരു ഇഷ്ടപ്പെട്ട പാട്ടാണത്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞ നിങ്ങൾ വരികളെന്ന് പറഞ്ഞേ. ഡാഡി മമ്മി വീട്ടിലില്ല, തടകൂടാൻ ആരുമില്ല, വിളയാടാൻ ഓടി വാട ബില്ലാത. ആരെ വിളിച്ചത്? നമ്മുടെ രാജ്യത്തുള്ള ആരെങ്കിലും വിളിച്ചത്? എല്ലാ സഹോദരന്മാരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ ഇല്ലാതെ നമ്മുടെ മറു രാജ്യത്തുള്ളതാണ്, വേറൊരു രാജ്യത്തുള്ള ആകക്ഷിയാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സ്നേഹത്തിന്റെ പേരല്ലേ അതങ്ങനെ സംഭവിച്ചു. എല്ലാ തരത്തിലും പാട്ടുണ്ട്. ഇതാരെ പറഞ്ഞു? കോളെ കൈകിട്ട് നടക്കുന്നവരാണ് ഏറ്റവും ചതിക്കുന്നത്. അല്ല, ഞാൻ ബസ്സിൽ പാടുന്ന പേര് ആരാണ് നിങ്ങളോട് വന്ന് പറഞ്ഞതെന്നാ ചോദിച്ചത്. പിന്നെ ഗസല് പാടുവോന്ന്? ഒരിക്കലും ഞാൻ നല്ലൊരു പാട്ടുകാരൻ, ഞാൻ ഗസൽ പാടും. അതല്ല, ഞാൻ അങ്ങനെ ഇല്ല, നിങ്ങൾ ഉദ്ദേശിച്ചല്ല തരത്തിലുള്ളതല്ല. ഞാൻ ഗസൽ പാടുമല്ലോ, പിന്നെന്താണ്? ഇപ്പൊ മുംബൈയുടെ ഗസല് പാടാം. മുംബൈയുടെ പിന്നെ ഞാൻ പാടുമല്ലോ, എത്രയോ സ്റ്റേജുകളിൽ പാടുന്നുണ്ട്. എന്നാ ഒന്ന് കേൾക്കാം, കുട്ടിക്ക് വേണ്ടിയാണ് മുംബൈയുടെ പാട്ട്. കുമ്പായി കുച്ചാൻ്റെ പ്രാണം കത്തണുമാ, പഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ചേട്ടാ, ഈ പാട്ടല്ല, പിന്നെ മുംബൈ സാഹിബിന്റെ ഗസലുകൾ പാടാറുണ്ടോന്ന് ചോദിച്ചേ. അതൊന്നും എനിക്കറിയില്ല. അല്ല, ചേട്ടൻ ഒറ്റയ്ക്കാണോ പാടുന്നത്? കൂടെ ഓർക്കസ്ട്ര ഒന്നും ഇല്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഓർക്കസ്ട്രയ്ക്ക് വായിക്കാനായിട്ട് കൊച്ചു കുട്ടികളെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഈ പരിവല്ല, മനസ്സിലായില്ലേ? ഈ ഫ്രീക്കന്മാര് പയ്യന്മാരുണ്ടല്ലോ, അവരാകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് അവർ വായിക്കും, നല്ല അത് സൂപ്പറാണ് അവന്മാര്. ഈ അവര് ഇല്ല, കൂടില്ല, എല്ലാവരും അകത്താ. അകത്തെന്ന് അല്ലല്ല, അകത്തെന്ന് ഇവിടെ അകത്തല്ല, പോലീസ് സ്റ്റേഷനാണ്.
അവർ ഈ തിരുവനന്തപുരത്ത് വന്നല്ലേ എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് വന്നിട്ട് അവർക്ക് സെൽഫി പ്രാന്താണല്ലോ ഇപ്പൊ എല്ലാവർക്കും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സെക്രട്ടേറിയറ്റ് കാണുന്ന രീതിയിൽ എല്ലാവരും എടുത്തിട്ട് സെൽഫി എടുത്ത് എന്നിട്ട് ഒരു മെസ്സേജ് അയച്ച് ഇന്ന് പൊളിക്കും ബ്രോ. ഇത് പോലീസുകാരൻ പുറകെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുത്തിന് പിടിച്ച് അപ്പോഴേ സ്റ്റേഷനകത്ത് എത്തി. ആരാടാ ഈ ബ്രോ? നിങ്ങളെ വിട്ട് സെക്രട്ടേറിയറ്റ് പൊളിക്കാൻ വിട്ട ബ്രോ ഏതാണെന്ന് ചോദിച്ച് കുമ്മൻ ഇടി അടിക്കാൻ. രാവിലെ തുടങ്ങിയ ഇടി ഇതുവരെ കിട്ടി, തീർന്നിട്ട്. അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ചാൽ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ എന്നെ പിടിച്ച് കൊണ്ട് പോയിട്ട് എസ് ഐ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെന്ന് എന്താ സാർ എന്ന് പറഞ്ഞു. നീ ആരാടാന്ന് ചോദിച്ചു. നീ പറഞ്ഞ തലവൻ ചോദിച്ചു. അല്ല സാർ ഞാൻ പാട്ട് പാടുന്നതിൻ്റെ തലവനാണെന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടാൻ വന്നു. നീ പാട്ട് പാടുമോ? ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഞാൻ ഒരു ഒറ്റ പാട്ട്. എസ് ഐ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പോടാന്ന് പറഞ്ഞു. അപ്പടെ എന്നെ പാട്ട് പാടിയിട്ട് എന്താന്ന് എനിക്കറിയാം. പാട്ട് കൊണ്ട് ഒരു ജീവൻ രക്ഷിച്ചു. അതല്ല, പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കലാകാരനാണല്ലോ എന്ന് ഓർത്തായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ. മ്യൂസിക് തെറാപ്പി വശമുണ്ടോ? നല്ല ചോദ്യം. പാട്ട് പാടി രോഗം നിങ്ങളൊന്നും ചോദ്യങ്ങളില്ല. ഇത് കണ്ട കറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചില അസുഖക്കാർ ചില പാട്ടുകൾ കേൾക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഷുഗർ ഉള്ളവര് കേൾക്കാൻ പാടില്ലാത്ത കുറെ പാട്ടുകളുണ്ട്. മധുരിക്കും ഓർമ്മകളെ, അത് കേൾക്കുക. ഷുഗർ കൂടും, മധുരമാണ്. പിന്നെ പഞ്ചാര പാല് മിഠായി, അത് ഒരിക്കലും കേൾക്കരുത്. ഡബിൾ ആവും ഷുഗർ. പഞ്ചാരയുടെ കളിയാ പാട്ട് മൊത്തം. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അയ്യോ, അത് കേൾക്കാനേ പാടില്ല. സത്യം, ഷുഗർ കൂടും. എന്റെ പൊന്നോ, അവൻ അന്ന് ചത്ത്. സത്യം, ആ പാട്ടും കേൾക്കാൻ പാടില്ല. പിന്നെ പ്രഷർ ഉള്ളവർ കേൾക്കാൻ പാടില്ലാത്ത പാട്ടുണ്ട്. പ്രഷർ ഉള്ളവര് മീശ പിരിക്കണ്, കണ്ണു ചുമക്കണ്, പല്ലിറുമണ്, അങ്ങനെ പാട്ടുണ്ടല്ലോ. ആ പാട്ട് നാടി നരമ്പുകൾ വലിഞ്ഞു മുറുകണ്. ഇതൊക്കെ കേട്ടാൽ പ്രഷർ ഇല്ലാത്തവന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഉള്ളവന്റെ കാര്യം അപ്പോഴേ അവന്റെ നരമ്പ് പൊട്ടിയ ചത്തും. അത് അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാൻ പാടില്ല. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർ ഇപ്പൊ കേൾക്കാൻ പാടില്ലാത്ത പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ പറഞ്ഞുതരാം. അയല വറുത്തതുണ്ട്, അതൊന്നും കേൾക്കാൻ പാടില്ല. എണ്ണയിൽ വറുത്ത പാട്ടുകളൊന്നും ഉള്ള കേൾക്കാൻ പാടില്ല. എന്താണെന്നറിയാം, അവർക്ക് ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ ഈ പാട്ടുകൾക്കൊക്കെ ഒരുപാട് വേർഷൻസ് ഇറങ്ങുന്നുണ്ട്. ഏത് പാട്ട് വന്നെങ്കിൽ അതിനൊരു കവർ ചെയ്യുന്നുണ്ട്, അതിന് അൺപ്ലഗ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റീസ് ട്രൈ ചെയ്യാറുണ്ടോ? അല്ല, ഈ അൺപ്ലഗ്ഡോ മാഷപ്സ് അങ്ങനെ എന്തെങ്കിലും കവർ ചെയ്യാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി ചേട്ടൻ ട്രൈ ചെയ്യാറുണ്ടോ പാട്ടില്? പല മോഡലുകൾ പാടുന്ന സാരമില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം കുട്ടി. ഇങ്ങനെ പല പാട്ടുകൾ നമ്മളിപ്പോൾ പാടിയ പാട്ടുകൾ, മലയാളം പാട്ടുകൾ മിക്കവാറും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനൊന്നും മാറ്റാൻ പറ്റാത്ത ചില പാട്ടുകളുണ്ട്. അതായത് തിരുവനന്തപുരത്ത് പാടിയാലും എറണാകുളത്ത് പാടിയാലും, ഇനി അങ്ങ് പോട്ടെ മുംബൈയിൽ, നിങ്ങൾ മുംബൈ പാടിയാലും ഇനി മദ്രാസിൽ പാടിയാലും ഈ പാട്ടുകൾ ഒരേ ടോണിൽ ഒരേ ശബ്ദത്തിലേ പാടും. ആ പാട്ടുകൾ അങ്ങനെ പാടും. മുംബൈയിലുള്ളവർ പാടിയാലും കേരളത്തിലുള്ളവർ പാടിയാലും തമിഴ്നാട്ടിലുള്ളവർ പാടിയാലും ഈ പാട്ട് അങ്ങനെ പാടാൻ പറ്റും. അങ്ങനെ പാടും. അങ്ങനെ പാട്ടില്ല, ഞാൻ പാടി കേൾപ്പിക്കാം. അവരുടെ കയ്യിൽ ഒരു ഉപകരണം കാണും. ആ ഉപകരണത്തിന്റെ ശ്രുതിയിലും അതിന്റെ താളത്തിൽ അതിന്റെ സൗണ്ടിലും അവർ പാടുവാണ്. അങ്ങനെയുള്ള ഭയങ്കര ഞാൻ കാണും. ഇൻസ്ട്രുമെന്റ്സ് ആദ്യം മീട്ടട്ടെ. ഹാർമോണിയം. ഓ സാദിരേ ലബിനബു കോദീനാ അങ്ങനെയുള്ള പാട്ടുകൾ എവിടെ ചെന്നാലും, ഏത് വണ്ടിക്ക്, ഏത് തിരുവനന്തപുരത്ത് ബസ് ട്രെയിനിലും ഇല്ലല്ല, അങ്ങനെ ഞാൻ പാടാറില്ല. ഞാൻ ബസ്സിൽ പാടുന്ന ആളല്ല. ഞാൻ പത്മഭൂഷൺ എടുത്ത ആളാണ്. പത്മഭൂഷൺ ആര് പറഞ്ഞു? ഞാൻ അങ്ങനല്ല പറഞ്ഞ, പത്മ ട്യൂഷൻ എടുത്ത ആളാണ്. എൻ്റെ മോളെ ട്യൂഷൻ എടുത്ത കാര്യം പറഞ്ഞത്. ഉടനെ അങ്ങനെ ആക്കിയെടുത്ത് അങ്ങനെയുള്ള ആളല്ല ഞാൻ. മനസ്സിലായില്ല, ഞാൻ അല്ലാത്ത പാട്ടുകൾ പാടുന്ന ആളാണ്. കോമോസ് ബസ് പോയല്ലോ. ഏത് ബസ്സാ? കോമോസ് ബസ് പോയി. ഇപ്പൊ സോറി, ഞാൻ പോട്ടെ. ഞാൻ കയറിയില്ലെങ്കിൽ രാധാകൃഷ്ണൻ കയറി കളക്ഷൻ മൊത്തം അവനെ കിടക്കും. ഓ സാദീരേ കോമഡി മസാലയിലെ ഇന്നത്തെ ചിരി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതുമേറിയ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.